Hello, my dear learners. Welcome back to my YouTube channel. This is me, Shakila. You are watching me on Shaki's English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ സെന്റൻസസ് പഠിക്കാം. അപ്പോൾ മാം പറയുന്നത് കേൾക്കുക, എന്നിട്ട് അത് പൗസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതുപോലെ പറയാം. അങ്ങനെ പറഞ്ഞ് പഠിക്കാം. മാം എന്ത് പറയുമ്പോഴും അതിന്റെ മീനിങ് മനസ്സിലാക്കി അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് മാം എങ്ങനെ പറയുന്നു നോക്കി അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കാം. നമ്മുടെ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ എണീറ്റു എന്ന് പറയണം. ഞാൻ എണീറ്റു. ഐ വോക്ക് അപ്പ്. ഐ വോക്ക് അപ്പ്. ഞാൻ എണീറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി എണീറ്റു. ഐ വോക്ക് അപ്പ്. ഞാൻ പല്ല് തേച്ചു. ഞാൻ പല്ല് തേച്ചു. അതെങ്ങനെ പറയാം? ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. നിങ്ങൾ പറഞ്ഞേ. ഇനി ഞാൻ കുളിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയാം? ഞാൻ കുളിച്ചു എന്ന് എങ്ങനെ പറയാം? ഐ ബാത്ത്. ഐ ബാത്ത്. ഞാൻ ഫുഡ് കഴിച്ചു എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ലഞ്ച് കഴിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയാം? ഐ ഹാഡ് മൈ ലഞ്ച്. ഐ ഹാഡ് മൈ ലഞ്ച്. ഇനി ഞാൻ ഡിന്നർ കഴിച്ചു എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് മൈ ഡിന്നർ. ഐ ഹാഡ് മൈ ഡിന്നർ. ഇനി നമുക്ക് വിശക്കുന്നു എന്ന് പറയണോ? ഉമ്മാട് പറയണോ എനിക്ക് വിശക്കുന്നു ഉമ്മാന്ന് പറയണോ? അതെങ്ങനെ പറയാം? ഐ ആം ഹംഗ്രി. ഐ ആം ഹംഗ്രി. ഇനി ഞാൻ ക്ഷീണിതനാണ്, എനിക്ക് വയ്യ ഇങ്ങനെ പറയണം. അതെങ്ങനെ പറയാം? ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ്. ഇനി എനിക്ക് സുഖമില്ല എന്ന് പറയണം. അതെങ്ങനെ പറയാം? ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഇനി സ്കൂളിൽ ചെന്ന് ടീച്ചറോട് ചോദിക്കണം വാഷ്റൂമിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കണം. അതെങ്ങനെ പെർമിഷൻ ചോദിക്കാം? മേ ഐ യൂസ് വാഷ്റൂം. മാം മേ ഐ യൂസ് വാഷ്റൂം. നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾക്ക് വെള്ളം കുടിക്കണം. അതെങ്ങനെ പെർമിഷൻ ചോദിക്കാം? മേ ഐ ഡ്രിങ്ക് വാട്ടർ. മാം മേ ഐ ഡ്രിങ്ക് വാട്ടർ. ഇനി നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഇല്ല. അപ്പൊ ഒരു ഫ്രണ്ടിനോട് ചോദിക്കണം എനിക്ക് പെൻസിൽ തരുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഗിവ് മീ എ പെൻസിൽ പ്ലീസ്. ക്യാൻ യു ഗിവ് മീ എ പെൻസിൽ പ്ലീസ്. നിങ്ങൾ പറഞ്ഞേ. എന്റെ കയ്യിൽ പെൻസിൽ ഇല്ല. അതെങ്ങനെ പറയാം? ടീച്ചർ ചോദിച്ചു എന്താ നീ ചെയ്യുന്നത്, നിന്റെ കയ്യിൽ പെൻസിൽ ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കയ്യിൽ പെൻസിൽ ഇല്ല എന്ന് പറയണം. അതെങ്ങനെ പറയാം? ഐ ഹാവ് നോ പെൻസിൽ. ഐ ഹാവ് നോ പെൻസിൽ. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്റെ യൂണിഫോം ഒക്കെ ഞാൻ ധരിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ പുട്ട് ഓൺ മൈ യൂണിഫോം ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഐ പുട്ട് ഓൺ മൈ യൂണിഫോം ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഇനി ഞാൻ ഷൂ ഒക്കെ ധരിച്ചു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഷൂ ഒക്കെ ധരിച്ചു. അതെങ്ങനെ പറയാം? ഐ പുട്ട് ഓൺ മൈ ഷൂസ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ഐ പുട്ട് ഓൺ മൈ ഷൂസ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ. ധരിക്കുക, എന്തെങ്കിലും വസ്ത്രം ധരിക്കുകയോ ഷൂസ് ധരിക്കുകയോ അതിന് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയും. പുട്ട് ഓൺ. ഇനി ഞാൻ എപ്പോഴും യൂണിഫോം ധരിക്കാറുണ്ട്. അതെങ്ങനെ പറയാം? ഐ വെയർ യൂണിഫോം എവ്രി ഡേ. ഐ വെയർ യൂണിഫോം എവ്രി ഡേ. അവിടെ നമ്മൾ പുട്ട് ഓൺ എന്ന് പറയരുത്, വെയർ എന്ന് പറയണം. കാരണം ഞാൻ ധരിക്കാറുണ്ട്, ഞാൻ എപ്പോഴും യൂണിഫോം ധരിക്കാറുണ്ട്. അപ്പോ അവിടെ നമ്മൾ വെയർ എന്ന് പറയണം. ഞാൻ ഇപ്പൊ ധരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ധരിച്ചു എന്ന് പറയുമ്പോൾ പുട്ട് ഓൺ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്ക് ദാഹിക്കുന്നു. അതെങ്ങനെ പറയാം? എനിക്ക് ദാഹിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ഐ ആം തേഴ്സ്റ്റി. ഐ ആം തേഴ്സ്റ്റി. പറഞ്ഞേ. ഐ ആം തേഴ്സ്റ്റി. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? അതെങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. പറഞ്ഞേ. ക്യാൻ യു ഗിവ് മീ സം വാട്ടർ. ഇപ്പൊ നിങ്ങൾ 20ഓളം സെന്റൻസുകൾ പഠിച്ചു അല്ലേ? ഇനി എന്താ ചെയ്യാ? ഇനി വീണ്ടും ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അവസാനം വരെ കേൾക്കുക. എന്നിട്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. So that's all for today's video. Thank you. Thank you for watching. If you like my video, like, share and subscribe to my channel.